ആരവ് ഒരു ഭാവി വാഗ്ദാനമായ യുവാവാണ്. അവന്റെ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. അവൻ പഠിത്തത്തിൽ മിടുക്കനായിരുന്നു, മാതാപിതാക്കളുടെ അരുമയായിരുന്നു. എന്നാൽ വിധി മറിച്ചായിരുന്നു. ഒരു ദിവസം എന്റെ പിതാവ് മരിച്ചു. എനിക്കത് വളരെ വലിയൊരു ആഘാതമായിരുന്നു. എനിക്ക് എന്റെ അച്ഛനുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. അച്ഛന്റെ കുറവ് എന്നെ വല്ലാതെ തളർത്തി. ആരവ് ഉദാസീനനും നിരാശനുമാകാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധ മാറാൻ തുടങ്ങി. കൂട്ടുകാരും ദൂരെ മാറാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കും തകർന്നു പോകുന്ന സ്ഥിതിയുമായി എനിക്കെന്റെ ദുഃഖത്തിൽ നിന്നുയരാൻ എന്തെങ്കിലും സഹായം വേണമായിരുന്നു. ഞാൻ കൂട്ടുകാരുടെയും മറ്റു പലരുടെയും കൂടെ ചേർന്നു. പക്ഷേ അത് എന്നെ ഒന്നുകൂടി ദുർബലനാക്കി. ഒരു ദിവസം ആരവിന്റെ പഴയ സുഹൃത്ത് അവനെ ലഹരി ഉപയോഗിക്കുന്നതിന് ഉപദേശിച്ചു. അവൻ പറഞ്ഞു, വിഷമം മാറാൻ ഇത് സഹായിക്കുമെന്ന്. ആദ്യം ഞാനൊന്ന് മടിച്ചു. എന്നാൽ പിന്നെ ഒന്ന് പ്രയോഗിച്ചു നോക്കാമെന്ന് കരുതി. തുടക്കത്തിൽ ലഹരി ആരവിന് അല്പമൊരു ആശ്വാസം നൽകി. പയ്യെ പയ്യെ ഇതൊരു ആസക്തിയായി മാറി. പിന്നെ തുടർച്ചയായി ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. ആരോഗ്യം മോശമാകാൻ തുടങ്ങി. കൂട്ടുകാരും ബന്ധുക്കളും അകലാൻ തുടങ്ങി. അവന്റെ ജീവിതം മുഴുവനായും ഇരുട്ടിലായി. ആരവ് നോക്കുമ്പോൾ പല പ്രസിദ്ധരായ ആൾക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൂട്ടുകാരുടെയും സോഷ്യൽ മീഡിയയിലെ പ്രസിദ്ധ വ്യക്തികളുടെയും പ്രഭാവം ഈ ആസക്തി ഒന്നുകൂടെ കൂട്ടി. ആരവിന്റെ അമ്മ അവന്റെ ഈ സ്ഥിതി കണ്ട് ദുഃഖിതയായിരുന്നു. അവർ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. അതായത് ഈ പ്രസിദ്ധരുടെ രീതിയും കൂട്ടുകാരുടെ സ്വാധീനവും തെറ്റാകാൻ സാധ്യതയുണ്ട്. വീട്ടുകാർ ആരവിനെ ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്ന രാജയോഗ ജീവിത രീതിയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. അതിൽ സഹജ രാജയോഗ ധ്യാനം, സാത്വിക ആഹാരം, സാത്വിക വ്യായാമം എന്നിവയുണ്ടായിരുന്നു. ഇതിലൂടെ മനസ്സ് ശാന്തമാകുന്നു, ആന്തരിക ശക്തി വർദ്ധിക്കുന്നു, മനോബലം ശക്തമാകുന്നു. ആരവ് ബ്രഹ്മകുമാരി രാജയോഗ കേന്ദ്രങ്ങളിൽ പോകാൻ തുടങ്ങി. ഇതിലൂടെ അവന് വളരെ ആശ്വാസം തോന്നാനും തുടങ്ങി. രാജയോഗം ആരവിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി. അവൻ മനസ്സിലാക്കി, യഥാർത്ഥ സന്തോഷം പുറമേയുള്ള വസ്തുക്കളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നാണെന്ന്. ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ശീലം പൂർണ്ണമായും വിട്ടു. ഈ തീരുമാനമെടുക്കുന്നത് എളുപ്പമായിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഈ ഒരു കാൽവെപ്പെടുത്തു. ഞാൻ എൻ്റെ പഠിത്തം പിന്നെയും തുടങ്ങി. പഠിത്തം എനിക്കൊരു പുതിയ ദിശ തന്നെ നൽകി. എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ധൈര്യവും നൽകി. ഞാൻ എൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ തുടങ്ങി. അമ്മയോടൊപ്പമുള്ള സമയത്ത് ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം എന്തെന്ന് മനസ്സിലാക്കി തന്നു. ആരവിന്റെ കഥ നമ്മോട് പറയുന്നത്, എത്ര തന്നെ വലിയ ബുദ്ധിമുട്ടായാലും നാം ഒരിക്കലും തോറ്റുപോകരുത് എന്നാണ്. പ്രതീക്ഷ ഒരിക്കലും വിടരുത്. ആരവ് തന്റെ ലഹരിയോടുള്ള ആസക്തിയുടെ മേൽ വിജയിച്ചു. തന്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവന്നു. എപ്പോഴും ഒരു പ്രതീക്ഷയുടെ കിരണമുണ്ട്. ഈ പ്രതീക്ഷ നമ്മെ ഇരുട്ടിൽ നിന്ന് പുറത്തെടുക്കുന്നു, ഒരു പുതിയ ദിശ കാട്ടിത്തരുന്നു. താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ ലഹരിയിൽ നിന്ന് മുക്തമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്തുള്ള ബ്രഹ്മകുമാരി സേവന കേന്ദ്രമായി തീർച്ചയായും ബന്ധപ്പെടുക. ഓം ശാന്തി.